ഹലോ കുഞ്ഞുങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് അരിത്തമാറ്റിക് സീക്വൻസ് 10ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ആദ്യത്തെ എൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ. എന്തായിരുന്നു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതും ഫസ്റ്റ് ടൈം എന്ന് പറയുന്നതും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും, പിന്നെ നമുക്ക് എങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതാം എന്നുള്ള ഏറ്റവും വളരെ ചെറിയ കാര്യങ്ങളായി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നമ്മൾ പറയുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി എൻലാർജ്ഡ് ആയിട്ടുള്ള അതിൻ്റെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ കണക്കുകൾ വരുന്നതായ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി സക്സസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോ നോക്കാം. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനം പഠിച്ച് നിർത്തിയായിരുന്നു. എന്തായിരുന്നു? അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ച് നിർത്തിയത് അല്ലേ? ഒരു പ്രോബ്ലം നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. മലയാളം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് എഴുതിപ്പോൾ റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 5. ഇതാണ് ചോദ്യം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സിമ്പിൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 5 വരുന്നതായ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇവിടെ എന്തൊക്കെയാണ് നമുക്കറിയാവുന്ന പദങ്ങൾ പോകുന്നുണ്ട്. ആദ്യ പദമുണ്ട്, ഫസ്റ്റ് ടൈം ഉണ്ടെന്ന് പറയും. ഇവിടെ എന്താണ് ഫസ്റ്റ് ടൈമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ആദ്യ പദം വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു പദം എടുത്തെഴുതാം. അപ്പം 5 എങ്കിൽ 5, 10 എങ്കിൽ 10, 15 എങ്കിൽ 15, അല്ലെങ്കിൽ 2, 4 നമുക്ക് ഇഷ്ടമുള്ള പദം അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് നമുക്ക് ആദ്യമേ തന്നെ അങ്ങ് എടുക്കാം, ആദ്യ പദമായിട്ട്. അപ്പം ഞാൻ ഉത്തരം എഴുതുവാണ്. ഞാൻ ഇപ്പോൾ എഴുതുന്ന ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം. അതായത് എന്തായിരുന്നു? ആദ്യ പദം. ആദ്യ പദമായിട്ട് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം 5 എടുക്കുന്നതെന്ന് ഓർക്കുക. ഞാൻ എഴുതുന്ന സീക്വൻസിലെ ആദ്യത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ഈ ആദ്യത്തെ പദം 5 വെച്ചുകൊണ്ട് നമുക്ക് ബാക്കി കോമൺ ഡിഫറൻസ് ഒക്കെ വെച്ച് ആഡ് ചെയ്ത് കോമൺ ഡിഫറൻസ് കൂട്ടി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. ദെയർഫോർ സീക്വൻസ് എഴുതുവാണെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. എൻ്റെ ആദ്യത്തെ പദം എത്രയായിരുന്നു? ആദ്യത്തെ പദം 5 ആയിരുന്നു. ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് ടൈം ആദ്യ പദം 5 എന്ന് പറയുന്നത് 5. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 5. ഈ 5ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം 5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 10. ആ 10ൻ്റെ കൂടെ അടുത്ത 5 കൂട്ടുമ്പോൾ എത്ര വരും? 15. ആ 15ൻ്റെ കൂടെ അടുത്ത 5 കൂട്ടുമ്പോൾ എത്ര വരും? 20. പിന്നെ എത്ര വരും? 25, 30. അങ്ങനെ ഇതെന്താണ്? കണ്ടിന്യൂ ചെയ്തു പോയി. n വരെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് കണക്കാണ്. 2 മാർക്കിന്. എന്നാൽ സിമ്പിൾ ചോദ്യമല്ലേ? അധികം കാര്യങ്ങളൊന്നുമില്ല. ഒരു കോമൺ ഡിഫറൻസ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണിത്. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ വേറൊരു കണക്ക് നമുക്ക് ചെയ്താലോ? സെയിം ക്വസ്റ്റ്യൻ തന്നെ, പക്ഷെ നമുക്ക് വേറൊരു രീതി ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുകയാണ്. അതും റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ബാക്കി കാര്യങ്ങളെല്ലാം കോമൺ ഡിഫറൻസ് -4. ഇവിടെ കോമൺ ഡിഫറൻസ് ഞാൻ എടുത്തേക്കുന്നത് -4. കണ്ടല്ലോ? -4 എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസമായിട്ട് എത്ര എടുത്തേക്കുന്നത്? -4. ഇതും കണ്ടില്ലേ? ഇത് 5, ഇത് -4. ഇത് ഒരു കാര്യം മനസ്സിലായി കാണുമല്ലോ. എന്താണെന്ന് ഞാൻ പറയട്ടെ? ഇനി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? തൽക്കാലം ഞാൻ തന്നെ പറയാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പൊതുവ്യത്യാസം, അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയും ആകാം, അതേപോലെ അതൊരു നെഗറ്റീവും ആകാം. മനസ്സിലായോ? ഒരു പോസിറ്റീവും ആകാം, നെഗറ്റീവും ആകാം. പോസിറ്റീവിനും ചാൻസ് ഉണ്ട്, നെഗറ്റീവിനും ചാൻസ് ഉണ്ട്. പൊതുവ്യത്യാസമായിട്ട് അത് കോമൺ ഡിഫറൻസ് ആയിട്ട് വരാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുമ്പം ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും എക്സാമിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ പറഞ്ഞിരിക്കുന്ന സംഖ്യകൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഒക്കെ പറയുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കണക്ക് ചെയ്യാം. എങ്ങനെയായിരുന്നു? കുറച്ച് മുമ്പത്തെ പോലെ എന്തായിരുന്നു? ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യ പദം എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ആദ്യ പദമായിട്ട് തൽക്കാലം ഞാൻ ഒരു 20 അങ്ങ് എടുക്കുകയാണ്. എത്രയാണ്? ആദ്യ പദമായിട്ട് 20 അങ്ങ് എടുക്കുക. അതുകൊണ്ട് ഇപ്പം ആൻസർ ഞാൻ എഴുതുവാണ്. ആൻസർ എഴുതുവാണ്. ദെയർഫോർ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ പദം എത്രയായിരുന്നു? 20 ആയിരുന്നു. 20ൽ നിന്ന് 4 വീതം -4. 20ൽ നിന്ന് 4 വീതം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 20ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 16. 16ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 12. 12ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 8. പിന്നെ 4.
പിന്നെ 0, പിന്നെ -4. ഈ സാധനം എന്താണ്, ഈ സീക്വൻസ് എന്താണ്, ഇങ്ങനെ 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 എന്നെ വരെ എന്താണ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു അവസാനമില്ല. എന്താണ്, ഇങ്ങനെ ഒരു അവസാനമില്ല. എന്താണ്, അതുകൊണ്ട് എന്താണ് തുടർന്ന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മൾ ഇന്നത്തെ പഠിക്കാനുള്ള ആദ്യത്തെ ടൈപ്പ് കണക്ക്. അത്ര മുതൽ ആദ്യത്തെ ടൈപ്പ് കണക്കാണ്. 2 മാർക്കിന് ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്. 2 മാർക്കിന് ചോദിക്കുന്ന സിമ്പിൾ ചോദ്യമാണ്. അപ്പം എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് രണ്ടാമത്തെ ഒരു സെറ്റിലേക്ക് പോകാം. ഇത് ഏകദേശം ഇതേപോലെ തന്നെയാണ് കണക്ക് വരുന്നതാണ്. ഏകദേശം ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഇതേപോലെ തന്നെ കറക്റ്റ് മുഴുവൻ എന്താണ് ഇതേപോലെയല്ല. ഇവിടെ ഒരു കാര്യം കൂടെ പുതുതായിട്ട് വരികയാണ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 3. ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ ഡിഫറൻസ് 4. കണ്ടല്ലേ, ഇതും എന്താണ് 2 മാർക്കിൻ്റെ തന്നെ ചോദ്യം. ഇതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ പദം 3 വരുന്ന എത്രയാണ്, ആദ്യ പദം 3ഉം പൊതുവ്യത്യാസം അല്ല കോമൺ ഡിഫറൻസ് 4ഉം വരുന്ന ഒരു സമാന്തര ശ്രേണി, അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഒന്നുകൂടെ പറയാം. എന്താണ് കോമൺ ഡിഫറൻസ് എത്രയാണ് 4, പൊതുവ്യത്യാസം 4. ഫസ്റ്റ് ടൈം അതായത് എന്താണ് ആദ്യ പദം എത്രയാണ് 3 വരുന്നതായ ഒരു സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ചെയ്ത 2 കണക്കിനകത്ത് എന്തായിരുന്നു പൊതുവ്യത്യാസം അഥവാ എന്താണ് കോമൺ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണ് മൂന്നാമത്തെ കണക്ക് വന്നപ്പോൾ എന്താണ് അത് തന്നെ എന്താണ് കണ്ടില്ലേ, ഫസ്റ്റ് ടൈം അതായത് ആദ്യ പദവും കൂടെ കയറി വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിനനുസരിച്ച് എന്താണ് ആ ഒരു കണക്കിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതുന്നതാണ് ആൻസറിന് എഴുതുക എന്താണ് ആദ്യ പദം ഫസ്റ്റ് ടൈം അല്ലേ, ഫസ്റ്റ് ടൈം നമുക്കിവിടെ ഉണ്ട്. ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ എന്താണ് ആദ്യ പദം നമുക്കിവിടെ ഉണ്ട്. എത്രയായിരുന്നു ആദ്യ പദം, ക്വസ്റ്റിനകത്ത് വന്നിരുന്നത് ആദ്യ പദം എത്രയായിരുന്നു 3. എത്രയായിരുന്നു ആദ്യ പദം എത്ര പറയുന്നത് 3 ഇനിയിപ്പോൾ നമുക്ക് എളുപ്പം കുറച്ച് മുമ്പത്തെ പദം therefore arithmetic sequence is എന്താണ് therefore arithmetic sequence is എങ്ങനെയാണ് ആദ്യ പദം 3 പൊതുവ്യത്യാസം 4. ഈ 3ൻ്റെ കൂടുതൽ എന്താണ് 4 കൂട്ടി അങ്ങ് പോയാൽ മതി. ഇപ്പോൾ എന്താണ് 3ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര വരും 7. 7ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര വരും 11. 11ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ എത്ര വരും 15. അങ്ങനെ ഈ സാധനം എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് എന്നെ വരെ അങ്ങ് പോവുകയാണ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലേ. നമ്മൾ ആദ്യം 1ഉം 2ഉം ചെയ്ത കണക്കിനകത്ത് എന്താണ് നമ്മൾ ആദ്യ പദം ഫസ്റ്റ് ടൈം നമ്മളായിട്ട് ഇട്ട് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് ആദ്യ പദം എന്താണ് ഓൾറെഡി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഇതേ ടൈപ്പിൽ വരുന്ന 4ാമത്തെ ഒരു കണക്ക് നമുക്ക് ചെയ്യാം. അവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയാൻ പോകുന്നത് എന്താണ് റൈറ്റ് ആൻഡ് AS വിത്ത് എന്താണ് എത്രയാണ് ഫസ്റ്റ് ടൈം ആദ്യ പദം എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം അതായത് ആദ്യ പദം എന്ന് പറയുന്ന 40ഉം ആൻഡ് കോമൺ ഡിഫറൻസ് 4. ഇവിടെ ഞാൻ കോമൺ ഡിഫറൻസ് എത്രയാണ് താൽക്കാലികമായിട്ട് എത്ര 4 തന്നെയാണ് എടുത്തത്, വെറും 4 അല്ല, സോറി -4 കേട്ടോ. കോമൺ ഡിഫറൻസ് എത്രയാണ് -4. പൊതുവ്യത്യാസം എത്രയാണ് -4 എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കാം. എങ്ങനെ എഴുതാം ആൻസർ, സിമ്പിളല്ലേ ആൻസർ. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തില്ല, അതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്താണ് ഫസ്റ്റ് ടൈം എഴുതുക, ഫസ്റ്റ് ടൈം ആദ്യ പദം എടുത്ത് എഴുതുക. ആദ്യ പദം എത്ര വരും ആദ്യ പദം എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ എത്രയാണ് 40 ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു പിന്നെന്താണ് നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് അതായത് എന്താണ് പൊതുവ്യത്യാസം എത്രയായിരുന്നു അത് -4 ആയിരുന്നു. എത്രയായിരുന്നു -4. അപ്പം അങ്ങനെ എഴുതുവാണെങ്കിൽ എന്താണ് therefore അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എത്രയാണ് ആദ്യ പദം എത്രയാണ് 40. ആദ്യ പദം പറയുന്നത് 40ൽ നിന്നും കോമൺ ഡിഫറൻസ് കുറയ്ക്കുക എത്ര വരും -4. അതായത് 40ൽ നിന്ന് 4 കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും 36. 36ൽ നിന്നും വീണ്ടും 4 കുറഞ്ഞാൽ എത്ര വരും 32. 32ൽ നിന്നും 4 കുറഞ്ഞാൽ എത്ര വരും 28. അങ്ങനെ എന്താണ് ഈ സാധനം എന്താണ് ഇത് നീണ്ടങ്ങ് അനന്തമായിട്ട് എന്താണ് നീണ്ടു പോവുകയാണ്. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ എന്താണ് ആദ്യത്തെ 2 ടൈപ്പ് കണക്കുകൾ കണ്ടില്ലേ. 1ഉം 2ഉം എന്താണ് ഒരു സെറ്റാണ്, 3ഉം 4ഉം വേറൊരു സെറ്റാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യത്തെ ഒരു 2 സെറ്റ് കണക്കുകൾ ചെയ്ത് ഇത് 2നും പ്രത്യേകം എന്താണ് 2 എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എത്രയാണ് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നോക്കാം. ഇനി നമുക്ക് എഴുതാനുള്ള ഇച്ചിരി വലിയൊരു കണക്കാണ്. ആ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. എന്ത് ഫൈൻഡ് ദ nth ടേം എന്ന് പറഞ്ഞാൽ
എന്നാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. ക്വസ്റ്റിനകത്ത് ഈ പോകുന്ന സീക്വൻസിനകത്ത് നമുക്കറിയാതാണല്ലോ ഇങ്ങനെ പോകുന്ന സീക്വൻസിനകത്ത് അടിവന്ന് നോക്കുക. എസ് നമ്മൾ ആദ്യത്തെ ചോദ്യമില്ലായിരുന്നു 5, 10, 15, 20, 25, 30 ഇങ്ങനത്തെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ഓർക്കുക. നമ്മളോട് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതിൻ്റെ 100ാമത്തെ ടേം എത്രയാണ്, അല്ലെങ്കിൽ 500ാമത്തെ, അല്ലെങ്കിൽ 1000ാമത്തെ, 1000 ഇല്ല 1000 വരെയുള്ള നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പം 1000 ആയിട്ട് വരുന്നത് ഏത് വാക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് വരുന്നത് നമ്മൾ ചോദ്യം വരത്തില്ലേ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഈ സീക്വൻസ്, ഈ സമാന്തര ശ്രേണി ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ വെച്ച് പിടിപ്പിച്ച് എഴുതാൻ പറ്റുമോ? നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ആ സമയങ്ങളിൽ എന്താണ് അങ്ങനെയുള്ള കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ വേണം. എന്താണ് അങ്ങനെയുള്ള കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ വേണം. അപ്പോൾ നമുക്കെന്താണ് അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം അല്ലേ. ഏത് ഇക്വേഷനിലേക്ക് നമ്മളോട് പറയുകയാണ് എത്രാമത്തെ 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാറേ എനിക്കറിയത്തില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കണ്ടെത്താം. ആ ഇക്വേഷൻ എഴുതുകയാണ് എന്താണ് എക്സ് എൻ ഈക്വൽ ടു എന്തായിരുന്നു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. എന്തായിരുന്നു എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താണ് ഡി ഉണ്ട്, എൻ ഉണ്ട്, എഫ് ഉണ്ട്. ഇതൊക്കെ എന്നാണ് നമുക്കറിയണ്ടേ. എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ല നമുക്ക് ഈ കണക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇത് എഴുതി വെക്കാം. ഈ എന്താണ് ഡി എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, നമ്മളെന്താണ് കോമൺ ഡിഫറൻസ് ഇല്ലായിരുന്നു. അതായത് അതെന്തായിരുന്നു പൊതുവ്യത്യാസമില്ലായിരുന്നോ. പൊതുവ്യത്യാസം എഴുതി വെച്ചിട്ട് തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കേണ്ട കേട്ടോ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമായിരുന്നു. ഈ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു F4 എന്താണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആദ്യ പദമില്ലായിരുന്നു. നമ്മുടെ ആദ്യ പദം ഫസ്റ്റ് ടൈം എന്തായിരുന്നു ആദ്യ പദമായിരുന്നു നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു എൻ ഉണ്ട്. എന്താണ് ഇതിനകത്തൊരു എൻ ഉണ്ട്. ഈ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള പദമില്ലേ. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാനുള്ള പദം. അപ്പോൾ എന്താണ് അവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ള എന്താണ് പദത്തെയാണ് നമ്മൾ എന്താ പറയുന്നത് എൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇനി ഇതല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തിനാണ് ഈ എക്സ് എൻ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതല്ലാണ്ട് രണ്ടാമത് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്തായിരുന്നു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എന്താണ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനകത്ത് ഈ എ എന്ന് പറയുന്നത് ഞാൻ ബാക്കി അങ്ങോട്ട് എഴുതുവാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരുന്നു ആദ്യ പദം ഇല്ലായിരുന്നു. എന്തായിരുന്നു ആദ്യ പദം നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഈ എഫ് തന്നെയാണ് ഡി. എന്താണ് എഫ് തന്നെയാണ് ഡി. പിന്നെ എൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള പദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇക്വേഷൻ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് 2 ചോയ്സ് തരികയാണ്, 2 ഇക്വേഷൻ തരികയാണ്. ഈ 2 ഇക്വേഷനകത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് എളുപ്പമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിക്കുക അല്ലേ. ഒരു ഇക്വേഷൻ പഠിക്കുക. ഒന്നെങ്കിൽ എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ എന്താണ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷൻ പഠിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിനകത്ത് എന്തായിരുന്നു 4 കണക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് നമ്മുടെ 5ാമത്തെ കണക്ക് ചെയ്യാം. എത്രാമത്തെയാണ് 5ാമത്തെ കണക്ക്. ഓക്കെ, 5ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്താണ് ഫസ്റ്റ് ടേം ക്വസ്റ്റിനൊക്കെ ഇച്ചിരി ഷോർട്ടായിട്ട് എഴുതുക അല്ലേ. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ആദ്യ പദം ഫസ്റ്റ് ടൈം എത്രയാണ് 7. എത്രയാണ് ഫസ്റ്റ് ടൈം അതായത് എത്രയാണ് ആദ്യ പദം എന്ന് പറയുന്നത് 7. അതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് എത്രയാണ് 5. പൊതുവ്യത്യാസമില്ലേ, പൊതുവ്യത്യാസം 5. അങ്ങനെയെങ്കിൽ ഇനിയാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ എന്താണ് ഫൈൻഡ് 10th ടേം എന്ന് പറഞ്ഞാൽ എന്താണ് കോമൺ ഡിഫറൻസ് 5 ഫസ്റ്റ് ടേം പൊതുവ്യത്യാസമായ കോമൺ ഡിഫറൻസ് 5 ആദ്യപദമായ ഫസ്റ്റ് ടേം 7 വരുന്ന ഇങ്ങനെ പോകുന്ന തുടർന്ന് പോകുന്ന ശ്രേണി എന്ന് പറഞ്ഞാൽ 7, 7ൻ്റെ കൂടെ 5 കൂടെ കൂട്ടി 12, പിന്നെ ഒരു 5 കൂടെ കൂട്ടി അങ്ങനെ പോകുന്നതായ ആ ഒരു ശ്രേണിക്കകത്ത് 10ാമത് വരുന്നത് എന്താണ് 10ാമത് വരുന്നത്. ഈ ചോദ്യം എന്താണ് 2 മാർക്കിൻ്റെ തന്നെ ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യം എന്താണ് 2 മാർക്കിൻ്റെ തന്നെ ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ 10ാമത്തെ പദം എന്താണെന്നാണ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഉള്ള
നമുക്കുള്ള തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ പഠിക്കുവാണെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് എളുപ്പമാണ് കേട്ടോ. പരീക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം. എന്താണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഈ ഇക്വേഷൻ തൽക്കാലം എന്താണ് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ കാണിച്ചു തരാം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എന്തായിരുന്നു ആദ്യം ഇക്വേഷൻ എഴുതാം. എക്സ് എൻ ഈക്വൽ ടു എന്തായിരുന്നു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നതായിരുന്നു ഇക്വേഷൻ. ഈ ഇതിനകത്തുള്ള ഇക്വേഷനകത്തുള്ള നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം താഴോട്ടെടുത്ത് എഴുതാം. ഇതിനകത്ത് ഡി എന്ന് പറയുന്നത് എത്രയായിരുന്നു 5 ആയിരുന്നു. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു 5 ആയിരുന്നു. അതേപോലെ ഫസ്റ്റ് ടൈം എത്രയായിരുന്നു ആദ്യപദം എത്രയായിരുന്നു 7 ആയിരുന്നു. ആദ്യപദം 7 ആയിരുന്നു. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തായിരുന്നു നമുക്ക് തന്നേക്കുന്നത് എന്തായിരുന്നു കണ്ടുപിടിക്കാനുള്ള എൻ എത്രയായിരുന്നു. ഈ കണ്ടുപിടിക്കാനുള്ള എൻ എത്രയാണ് തന്നേക്കുന്നത് 10 ആണ്. എൻ എത്രയാണ് 10 തന്നേക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള എൻ എത്രയാണ് 10 തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡിയും എഫും എന്നും എല്ലാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതായത് എക്സ് ടെൻ എൻ എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്. എക്സ് ടെൻ എത്രയാണ് ഡി എത്രയായിരുന്നു 5 ഇൻറ്റു എൻ എത്രയായിരുന്നു 10 പ്ലസ് എന്താണ് എഫ് മൈനസ് ഡി. എഫ് എത്രയായിരുന്നു 7. എഫ് മൈനസ് ഡി എത്രയായിരുന്നു 5. ഓക്കെ, അപ്പോൾ എന്താണ് 5 ഇൻറ്റു 10 എത്ര വരും 50 പ്ലസ് 7 മൈനസ് 5. 7ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ എത്ര വരും 2 അല്ലേ, നമുക്കറിയാമല്ലോ 2. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ് 52 എന്നാണ്. എത്രയാണ് 52 എന്നാണ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. എന്താണ് നമ്മളിപ്പോൾ ഈ ശ്രേണി ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഇങ്ങനെ 7 പിന്നെ 5 കൂട്ടി 12 പിന്നെ കൂട്ടിയാണെങ്കിൽ 12 തൊട്ട് 5 കൂട്ടി 17 ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിനകത്ത് 10ാമത് വരുന്ന ടേം എത്രയെന്നാണ് ചോദിച്ചത്. ആ ഒരു ടേമിനെയാണ് നമ്മൾ എന്താണ് ഈ പറഞ്ഞ രീതിയിലുള്ള ആദ്യത്തെ ഇക്വേഷൻ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷൻ മുഖാന്തരം നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞാൽ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അല്ലേ. ഇല്ലെങ്കിൽ ചിലർക്ക് സംശയം വരും, അയ്യോടോ അത് തന്നെ സാർ എന്നാ രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്യാതെ ഒന്നാമത്തെ ഇക്വേഷൻ മാത്രം ചെയ്തെന്നൊക്കെ ചിലർക്ക് ഡൗട്ട് വരത്തില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും ചെയ്ത് നോക്കാം. എന്താണ് എക്സ് എൻ ഈക്വൽ ടു എന്തായിരുന്നു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ആ ഇക്വേഷനകത്ത് നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതാം. എൻ എത്രയായിരുന്നു 10 ആയിരുന്നു. പിന്നെന്തായിരുന്നു എ എന്ന് പറയുന്നത് എത്രയായിരുന്നു ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയായിരുന്നു 7 ആയിരുന്നു. അതേപോലെ തന്നെ ഡി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു 5 ആയിരുന്നു. അപ്പോൾ ഈ ഇക്വേഷനകത്ത് വരുമ്പോൾ നമ്മൾ ഇക്വേഷനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ എന്താണ് എക്സ്റ്റെൻ കണ്ടുപിടിക്കാം. എ പ്ലസ് എ എത്രയായിരുന്നു 7 പ്ലസ് എൻ മൈനസ് 1 എൻ എത്രയായിരുന്നു 10 10 മൈനസ് 1 എൻ മൈനസ് 1 പ്ലസ് പിന്നെ ഇൻറ്റു ഡി എത്രയായിരുന്നു 5. അതായത് 7 പ്ലസ് 10 നോമ്പ് നോക്കിയാൽ എത്ര വരും 9 ഇൻറ്റു 5 അല്ലേ ഈക്വൽ ടു 7 പ്ലസ് 9 ഇൻറ്റു 5 എത്രയാണ് 45. 45ഉം 7 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും ഉത്തരം 52. ഉത്തരം എത്രയാണ് 52. സോ കണ്ടില്ലേ, ഇതേ ആൻസർ തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ രണ്ട് ഇക്വേഷൻ ചെയ്താൽ നമുക്ക് എന്താണ് സെയിം ആൻസർ കിട്ടും. നിങ്ങൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളായ കുഞ്ഞുങ്ങളല്ലേ നിങ്ങളെല്ലാവരും വലിയ തുമ്പിയെ കൊണ്ട് കല്ലുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇതിൽ ഏത് ഇക്വേഷനാണോ ആ ഒരു ഇക്വേഷൻ എന്താണ് ഫോളോ ചെയ്ത് പോകും. അതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഒരു ഹോംവർക്കായിട്ട് തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സെഷൻ നമുക്ക് നിർത്താം. എന്തായിരുന്നു ചെറിയൊരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ തരാം, അതിൻ്റെ സെഷൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതൊരു ബേസിക് കണക്കാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്ററാണ്. അതിനകത്ത് തന്നെ എന്താണ് 10-14 ടൈപ്പ് എന്താണ് പ്രോബ്ലംസ് ഉണ്ട്. വ്യത്യസ്ത തരങ്ങളായ പ്രോബ്ലംസ് ഉണ്ട്. ഏകദേശം ഒരു 10-12-14 ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കവർ ചെയ്യേണ്ടതല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണ് നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രോബ്ലംസാണ് കവർ ചെയ്തത്. ഒന്നാമത്തെ ഏതായിരുന്നു കോമൺ ഡിഫറൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു സീക്വൻസ് എഴുതുക അല്ലേ, അരിത്തമാറ്റിക് സമാന്തര ശ്രേണി എഴുതുക. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ആദ്യപദം, അതായത് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് ഉള്ള ഒരു കണക്ക് എഴുതി പോവുക, അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുക. മൂന്നാമത്തെ എന്തായിരുന്നു ഇങ്ങനെ പോകുന്ന ശ്രേണിക്കകത്ത് ഇടയ്ക്കൊന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കുള്ളൊരു പദം ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ആ സ്ഥാനത്തുള്ള പദത്തിലുള്ള എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ശ്രേണി വരുന്ന എത്രാമത്തെ സംഖ്യ എന്ന് കണ്ടുപിടിക്കാനുള്ള 2 ഇക്വേഷൻസ് തന്നു ഇല്ല. അപ്പോൾ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരികയാണ്.
അപ്പോൾ നിങ്ങൾ പറ്റുന്നവരെല്ലാവരും എന്താണെന്ന് ചെയ്തിട്ട് താഴെ എന്താണ് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് എന്താണ് കമൻറ്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്താണ് അവിടെ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആൻസറും ഫൈനൽ ആൻസർ മാത്രം ടൈപ്പ് ചെയ്താൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് സിമ്പിളായിട്ട് ഒരു 3 തരാം. കോമൺ ഡിഫറൻസ് 3 നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് എത്രയാണ് അതിൻ്റെ എത്രാമത്തെയാണ് 25th ടേം എത്രയാണ് 25ാമത്തെ പദം എന്താണ് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ഇത് ഒരു ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്താണ് ആൻസർ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞെന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്ത് ആൻസർ ഇടുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ക്ലാസ്സുമായി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.